നമസ്കാരം. വേടനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ പണ്ട് ചെയ്തിരുന്നു. വേടനെ വെറുതെ വിടാനാണ് ഞാൻ പറഞ്ഞത്. വേടൻ എന്ന കലാകാരനെ അവൻ്റെ പിന്നാലെ പോയി അവനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അവൻ ഈ ജനക്കൂട്ടത്തിൽ ഒരാളായി നടന്നുപോയി പിന്നെ ഒരു വലിയ മഹാനായി മലയാളികൾക്ക് അഭിമാനമായി ജീവിക്കട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് വേടനെ വിട്ടേക്കാൻ പറഞ്ഞു. അന്ന് വേടനെതിരെ ശബ്ദമുയർത്തിയവർ പലരും വേടൻ്റെ വഴിക്ക് വിട്ടു. സംസ്ഥാന സർക്കാർ വേടനെ ഏറ്റെടുത്തു. പാഠപുസ്തകങ്ങളിൽ വേടന് ഒരു സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. ആ വേടനിപ്പോൾ ഒരു ശരശയ്യയിൽ വീണിരിക്കുന്നു. അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത വിധം വേടൻ വീണിരിക്കുന്നു. വേടനെതിരെ ശക്തമായ ആക്ഷേപവുമായിട്ട് പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി എന്നല്ല പല പെൺകുട്ടികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കലാകാരന്മാരുടെ വലിയ പതനമുണ്ട്. കലാകാരന്മാർ ലഹരി ഉപയോഗിക്കുകയും അവരുടെ ശരീരത്തിൻ്റെ ദാഹം മാറ്റാൻ വേണ്ടി മാത്രം ചില ബന്ധങ്ങൾ ഉണ്ടാകുകയും അവർക്ക് ദൈവം കൊടുക്കുന്ന വലിയ ഉയർച്ച, ഭാഗ്യം, ആ ഭാഗ്യത്തിൻ്റെ മുമ്പിൽ അവരോട് തോന്നുന്ന ആകർഷണങ്ങളിൽ പെടുന്ന പെൺകുട്ടികൾ അവരാൽ ചൂഷണത്തിന് വിധേയരാകുമ്പോൾ, ഇല്ലെങ്കിൽ അവരത് വിശ്വസിക്കുമ്പോൾ, തൻ്റെ ആണെന്ന് വിശ്വസിപ്പിച്ചെടുക്കുമ്പോൾ, അവൻ്റെ കലാപരമായ കഴിവുകളിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, വേടൻ എൻ്റേതാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, വേടന് വേണ്ടി സകലതും സമർപ്പിക്കപ്പെടുന്നവർ, അവരെല്ലാം തന്നെ നിരാശയിലാക്കിക്കൊണ്ട് വേടൻ ഒരു പെൺകുട്ടിയുടെ പീഡന കേസിൽ പെട്ടിരിക്കുന്നു. ഒരു ഡോക്ടറാണ്. വേടൻ സൗഹൃദമുണ്ടാക്കി ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പോയി. ആ പെൺകുട്ടിയെ ചുംബിക്കാൻ ശ്രമിച്ചു. പിന്നെ ശാരീരികമായ ബന്ധമുണ്ടാക്കി. ആ പെൺകുട്ടിയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. വേടനും കൂട്ടുകാരും പിന്നെ ഒരിക്കൽ അവരുടെ കൂടെ പോയി. ആ പെൺകുട്ടി സകലതും വേടനെ സമർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ വേടൻ വളരുകയാണ്. ഒരുപക്ഷെ ആ വേടൻ വളർന്നത് ഈ പെൺകുട്ടിയായിട്ടുള്ള സൗഹൃദം കൊണ്ടായിരിക്കും. നല്ല ഗ്രഹനിലയുള്ള നല്ല ഭാഗ്യാന്വേഷിയായ ഒരു പെൺകുട്ടി അഴുക്കുചാലിൽ കിടക്കുന്ന ചെളിവെള്ളം കനത്ത ചൂടേറ്റ് അത് നീരാവിയായി ഉയർന്ന് മേഘങ്ങളിൽ പോയി കടലിൽ പതിച്ച് നീരാവിയായി ശുദ്ധമായ മേഘങ്ങളാകുന്ന പോലെ ആ പെൺകുട്ടി ആയിരുന്നുവോ വേടൻ്റെ ഒരു ഭാഗ്യം? പക്ഷേ വേടൻ ഉയർന്നു കളഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ മറന്നുപോയോ? ആ പെൺകുട്ടി അഗാധമായിട്ടുള്ള നിരാശയിലേക്ക് പടർന്നു വീണു. തൻ്റെ ശരീരം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു, തൻ്റെ മനസ്സ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഡോക്ടറാണെന്നോ ആലോചിക്കണം. ഒരു ഡോക്ടർ സാധാരണ ഒരു ഗതിയിൽ ഇങ്ങനെ ഒരു വെറുതെ ഒരു നിറം പിടിപ്പിച്ച കഥയുമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേടൻ എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരാളെ ചതിക്കാനുള്ള മനസ്സുണ്ടായിരിക്കുന്നു. ഒരു കലാകാരന് ഒരിക്കലും ചതിക്കപ്പെടാനുള്ള മനസ്സുണ്ടായാൽ അവൻ്റെ കലാപരമായ എല്ലാ കഴിവുകളെയും അത് ബാധിക്കും. നമ്മൾ എടുത്താൽ മതി, ഒരുപാട് പേരുണ്ട്. സുമൻ എന്ന് പറയുന്ന ഒരു വലിയ നടനുണ്ട്. അദ്ദേഹം തെലുങ്കിലെ വലിയ നടനായിരുന്നു. അദ്ദേഹം എൻ്റെ നീലാംബരി എന്ന സിനിമയിലെ നായകനായിരുന്നു. അദ്ദേഹം അക്കാലത്തൊരു ബ്ലൂ ഫിലിം കേസിൽപ്പെട്ട് വളരെ കാലം ജയിലിൽ കിടന്ന ഭാവി മുഴുവൻ കളഞ്ഞു. അതിസുന്ദരനായ ആരോഗ്യദൃഢനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു സുമൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് മുഴുവൻ പോയി. നമ്മൾ ഒരുപാട് അറിയാം. ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്നത്, ദിലീപിനെ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം എന്താണ്, നടന്നാലും ഇല്ലെങ്കിലും അദ്ദേഹം ഒരു കേസിൽ പ്രതിയായി. അദ്ദേഹം ജയിലറയിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ കാരിയർ ഇല്ലാതായി പോവുകയാണ്. എന്ത് അഭിനയശേഷിയുള്ള ഒരു നടനായിരുന്നു ദിലീപ്. അപ്പോൾ അദ്ദേഹം ഇതൊരു കാലഘട്ടം. നമ്മളെപ്പോഴും നിസ്സാരമായിട്ടുള്ള, നമ്മൾ കൊടുമുടി കയറുമ്പോൾ നമ്മൾ കാലൊന്ന് വഴിയാൽ മതി, നമ്മൾ നിലത്ത് വീഴും, ജീവനുണ്ടാവുമെന്ന് പോലെ അറിയത്തില്ല. അപ്പം നമ്മുടെ വളർച്ചയുടെ കാലത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ, ദൈവം കൈപിടിച്ച് മുമ്പിലേക്ക് നടത്തുമ്പോൾ നമ്മൾ അഹങ്കരിക്കും. നമ്മളെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ ആരും കൈപിടിക്കുന്നില്ല, നമ്മൾ സ്വയം കയറി വന്നതാണ്. ആ സ്വയം കയറി വന്നു കഴിയുമ്പോൾ മുമ്പിൽ ഈശ്വരൻ പിടിച്ചു നടക്കുന്ന കൈപ്പത്തി നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മളിൽ അഹങ്കാരമുണ്ടായി നമ്മൾ എല്ലാം തള്ളിക്കളയുമ്പോഴാണ് നമ്മൾ നിലത്തേക്ക് വീഴുന്നത്. ഒരു കാര്യം, നമ്മൾ എത്ര ഉയരത്തിൽ പറന്നാലും ക്ഷീണം മാറ്റാൻ താഴെ വന്നേ പറ്റൂ. നമുക്കൊന്ന് ഉറങ്ങാൻ താഴെ വന്നേ പറ്റൂ. അത്തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ട് എല്ലാ മനുഷ്യനും. വേടൻ്റെ സംഗീതത്തിനെ കുറിച്ചൊന്നും എനിക്കിപ്പോൾ പ്രായം കൊണ്ടായിരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷേ യുവതലമുറയ്ക്ക് മൈക്കൽ ജാക്സൻ്റെ സംഗീതം പോലും നമുക്ക് ഒരു പരിധിവരെ ആസ്വദിക്കാൻ പറ്റും. വേടൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട്, ചെറുപ്പക്കാർ. അപ്പോൾ വേടൻ ഗദ്യങ്ങളെ പദ്യങ്ങളാക്കുന്ന പോലെയാണ് പാടുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ഇതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ സംഗീതം എന്ന് പറയുന്ന ശാശ്വതമായ ഒരു ശുദ്ധ സംഗീതം എന്ന് പറയുന്നതിനെ ആസ്വദിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമുക്കുണ്ട്. വാക്കുകളെ വെട്ടിമുറിച്ചും സംഗീതത്തെ വെട്ടിമുറിച്ചും ഒക്കെ സംഗീതം ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥമായ സരസ്വതി ദേവി, മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി, സരസ്വതി ദേവിയിൽ നിന്ന് കിട്ടുന്നതാണ് കല.
ആ കലയ്ക്കകത്തൊരു സംഭവമുണ്ട്. നിങ്ങൾ എടുത്തു നോക്കൂ, അത്തരത്തിൽ വെട്ടിമുറിച്ച് കളഞ്ഞവരൊക്കെ, സംഗീതത്തിനെ വെട്ടിമുറിച്ച് കളഞ്ഞവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വിഭ്രാന്തി ഉണ്ടല്ലോ. നമുക്ക് ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. തിരമാലകൾ, ഒരു തിരമാല വന്ന് അടുത്തൊരു തിരമാലയായിട്ട് വന്നു പോകുന്നത് പോലെ, അത് അതിനേക്കാൾ ശക്തിയായിട്ട് വന്ന പോലെ, പിന്നെ ശാന്തമായി കടലിൻ്റെ അടിത്തട്ടിലേക്കുന്ന പോലെ എല്ലാ മനുഷ്യനും ഒരു അടിയൊഴുക്കുണ്ട്, അത് ഒഴുകി അങ്ങ് പോകും. അതുകൊണ്ട് വേടൻ്റെ ഈ സംഗീതം നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് ഹരമാണ്, ഭ്രാന്താണ്. അതിൽ തൻ്റെ സൗഹൃദങ്ങൾ വേടൻ മതിമറന്നു പോയില്ലേ? അയാളുടെ സ്വകാര്യമായിട്ടുള്ള ഉള്ളിലുള്ളത് എന്താണോ ആ ഉള്ളിലുള്ളത് ഇപ്പോൾ പുറത്തു വന്നില്ലേ? എന്തെങ്കിലും ഇല്ലാതെ ആ ഡോക്ടറായ പെൺകുട്ടി ഇത് പറയുമോ? വേടനിലെ കലാകാരനെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും വേടൻ ഉതിർത്തുണ്ടാക്കിയ ഒരു വലിയ സംഗീത സാമ്രാജ്യം ഒരു ചെറിയ സമയം കൊണ്ട് ആ സംഗീത സാമ്രാജ്യത്തിലെ പലരെയും നിശബ്ദമാക്കിക്കൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് ആ ശരപഞ്ചരത്തിലേക്ക് വേടൻ വീണ് കിടക്കുകയാണ്. ഇനി വേടൻ അതിൽ നിന്ന് അതിജീവിച്ചു വരാൻ, കേസ് കോടതി വ്യവഹാരങ്ങളിൽ അതിജീവിച്ചു വരാൻ, ഇനി അതിൽ നിന്നൊക്കെ വേടൻ രക്ഷപ്പെട്ടാലും ഈ പെൺകുട്ടിയുടെ ശാപത്തിൽ നിന്ന് വേടൻ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി അവളുടെ ശരീരവും മനസ്സും ഒക്കെ ഉപയോഗിച്ച്, അവളുടെ പണവും ഉപയോഗിച്ച് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് അവളെ നശിപ്പിച്ചു, ബലാത്സംഗം ചെയ്യുമെന്നാണ് കുട്ടി പറയുന്നത്. അവൾ അവൻ്റെ ആഘാതത്തിൽ നിന്ന്, ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതത്തിൻ്റെ ശാപം, ആ ശാപത്തിൽ നിന്ന് പ്രിയപ്പെട്ട കലാകാര, താങ്കൾക്ക് എങ്ങനെയാണ് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, നിയമവും കോടതിയും ഒക്കെ ചിലപ്പോൾ താങ്കളെ രക്ഷപ്പെടുത്താൻ മുമ്പിലേക്ക് നിൽക്കും. കോടതിയാണെങ്കിൽ പോലും നിയമത്തിൻ്റെ പഴുതുകൾ നോക്കി നന്നായി വാദിക്കാൻ കോടികൾ കൊടുത്താൽ ഇപ്പോൾ നല്ല വക്കീലന്മാരെ കിട്ടും, അവർക്ക് പണം മതി, നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വകുപ്പുകൾ ഉണ്ടാക്കും. കാരണം നമ്മളെ പെൺകുട്ടി എങ്ങനെയാണ് ഉപയോഗിച്ചത് എങ്ങനെയാണ്, അപ്പോൾ നീ എൻ്റെ മനസ്സെങ്ങനെയായിരുന്നു എന്ന് 10 പേർക്കൊക്കെ കോടതിക്കൂട്ടിൽ നിന്ന് ചോദിച്ചാൽ അഭിമാനമുള്ള ഒരു കുട്ടി ചിലപ്പോൾ അത് പറഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷേ ആ കുട്ടിയുടെ ശാപം ജന്മാന്തരങ്ങൾ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ, ഒരുപാട് നന്നായി പാടുന്ന ആൾ നന്മയായിട്ട് ജീവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് ജനിക്കും. നന്നായി നൃത്തം ചെയ്യുന്ന ഒരാൾ അഹങ്കരിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്താൽ അംഗവൈകല്യമുള്ള ആളായിട്ട് ജനിക്കും. ഇതൊക്കെ പുരാണങ്ങളിൽ വളരെ കൃത്യമാണ്. ഗരുഡ പുരാണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നല്ല കർമ്മങ്ങൾ ചെയ്താൽ യാചകൻ രാജാവായും, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ രാജാവ് ഭിക്ഷക്കാരനായിട്ട് ജനിക്കുന്നതൊക്കെ ഒരുപാടുണ്ട്. നീ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലാണ് നീ ഇങ്ങനെയൊക്കെ ജനിക്കുക? ഇതൊക്കെ ഹൈന്ദവ സങ്കല്പങ്ങളിൽ മാത്രമല്ല. നിങ്ങൾ ഗരുഡ പുരാണത്തിൽ ഗരുഡൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെയാകുക, ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയാകുക? അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെയായിത്തീർന്നത്? പൂർവ്വജന്മത്തിൽ ഭയങ്കര നൃത്തകനായിരുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഈ ജന്മത്തിൽ അംഗവൈകല്യം, കൈകാലുകളില്ലാത്തവനായിട്ട് ജനിച്ചത്, ചലിക്കാൻ വയ്യാത്തവനായിട്ട് ജനിച്ചത്? ഇതിനെല്ലാം മറുപടിയുണ്ട്. അതുകൊണ്ട് ഭ്രാന്തമായ നൃത്തവും സംഗീത ചലനങ്ങളും ഒക്കെ കൊണ്ട് ലക്ഷക്കണക്കിന് വേടന് വേണ്ടി കാത്തിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ട് വേടൻ വീണ അഗാധമായ ഈ ശരശയ്യയിൽ നിന്ന് വേടനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. വേടൻ സ്വന്തം മനസ്സാക്ഷിയോടൊക്കെ ചോദിക്കൂ, തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിക്കൂ, തനിക്ക് എവിടെയാണ് അബദ്ധവും തെറ്റും പറ്റിയത്? നിങ്ങളിപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവൾ എൻ്റേതാണെങ്കിൽ, അവൾ എനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവളെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ ഒരിക്കലെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എനിക്ക് എൻ്റേതാക്കാൻ ഞാൻ ഇപ്പോഴും ഒരുക്കമാണെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.